Hello everyone, welcome back to my channel. മാർച്ച് 18-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, ഷിപ്പിംഗ് മിനിസ്ട്രി അപ്രൂവ്സ് 645 crore rupees for 10 new waterways project on ബ്രഹ്മപുത്ര in Assam. അപ്പോൾ ഷിപ്പിംഗ് മിനിസ്ട്രി അപ്രൂവ് ചെയ്തിരിക്കുകയാണ് 645 കോടി രൂപ ഫോർ 10 ന്യൂ വാട്ടർവേസ് പ്രൊജക്റ്റ് ഓൺ ബ്രഹ്മപുത്ര ഇൻ ആസാമിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, നമുക്കൊന്ന് വായിക്കാം. ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആൻഡ് ആയുഷ് ശ്രീ സർബാനന്ദ സോനോവാൾ അനൗൺസ്ഡ് എ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മോർ ദാൻ 645 crore rupees to develop 10 waterways project under the flagship സാഗർമാല പ്രോഗ്രാം ഓഫ് ദ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സാഗർമാല പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ 10 വാട്ടർവേസ് പ്രൊജക്റ്റ് ആണ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 645 കോടി രൂപയിലധികം ചിലവാക്കിയിട്ട് അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് സർബാനന്ദ സോനോവാൾ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മാത്രമല്ല ആയുഷിൻ്റെയും കൂടി മിനിസ്ട്രി സർബാനന്ദ സോനോവാൾ ആണ് നോക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, പ്രൊജക്ട്സ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് വിത്ത് 100% ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് ടു എൻഹാൻസ് ടെർമിനൽസ് ആൻഡ് റിവറൈൻ ഇൻഫ്രാസ്ട്രക്ചർ അലോങ് ദ റിവർ ബ്രഹ്മപുത്ര ടു ബൂസ്റ്റ് കണക്ടിവിറ്റി ആൻഡ് ഫോസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 100% ഫിനാൻഷ്യൽ, അതായത് ഈ പറയുന്ന എമൗണ്ട് ഉണ്ടല്ലോ 645 കംപ്ലീറ്റ് ആയിട്ട് എത്ര ചിലവ് വന്നാലും അത് ഗവൺമെൻറ് ആയിരിക്കും വഹിക്കുക. To enhance terminals and riverine infrastructure along the river Brahmaputra to boost connectivity and foster economic growth എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് ഹാസ് സ്പെൻഡ് 1040 കോടി രൂപ 1040 crore rupees on development of waterways which has resulted in operating 20 waterways in NER which was only 1 till 2014. അപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ വാട്ടർവേസ്, അത് 2014 അത് വർദ്ധിച്ചിട്ട് ഇപ്പോൾ 20 വാട്ടർവേസ് ആണ് NER ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ പിന്നെ പറയുന്നത്, വിത്ത് ദ ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ഇൻ ലാസ്റ്റ് 9 years ദ കാർഗോ ഹാൻഡിൽഡ് ത്രൂ ഇൻഡോ ബംഗ്ലാദേശ് പ്രോട്ടോകോൾ റൂട്ട് ഹാസ് ഇൻക്രീസ്ഡ് ടു 170%. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആൻഡ് മിനിസ്റ്ററായ സർബാനന്ദ സോനോവാളാണ് 645 കോടി രൂപ വില വരുന്ന 10 വാട്ടർവേസ് പ്രൊജക്റ്റ് ബ്രഹ്മപുത്ര റിവറിന് ആസാമിലെ ബ്രഹ്മപുത്ര റിവറിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Department of Science and Technology approves 1.22 crore rupees for Quicksand Design Studios FMCG Innovation Project. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 1.22 crore rupees ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ക്വിക്സാൻഡ് ഡിസൈൻ സ്റ്റുഡിയോസ് FMCG ഇന്നോവേഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇൻ എ സ്ട്രാറ്റജിക് മൂവ് ടു അഡ്വാൻസ് ഇന്നോവേഷൻ ഇൻ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, അതാണ് FMCGയുടെ ഫുൾ ഫോം. Industry, the Technology Development Board has entered into an agreement with Masses Quicksand Design Studio Private Limited, New Delhi. അപ്പോൾ ആ ഒരു കമ്പനിയായിട്ട് എഗ്രിമെൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ദ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബോർഡ് ഹാസ് സാങ്ഷൻഡ് a conditional grant of 1.22 crore rupees to support the project titled Digital Financial Solutions for Last Mile FMCG Value Chains in Emerging Markets under India-Israel Industrial R&D Research and Development and Technological Innovation Fund. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.22 crore rupees ആണ് എന്താ പറയുക സാങ്ഷൻ ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. MRD, അതായത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സയൻസ് MOU വിത്ത് JPAL South Asia to provide technical assistance in the implementation of inclusive development of a DAY NRL.
അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് MOU വിത്ത് JPAL ആയിട്ട് സൗത്ത് ഏഷ്യ ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് DAY NRL ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Ministry of Rural Development and Government of India signs MOU with Bharat Financial Inclusion Limited to synergize the livelihood intervention in livestock sector. അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡ് ആയിട്ട് ടു സൈനർജൈസ് ദ ലൈവ്ലിഹുഡ് ഇൻ്റർവെൻഷൻ ഇൻ ലൈവ് സ്റ്റോക്ക് സെക്ടർ. ലൈവ് സ്റ്റോക്ക് സെക്ടറിലെ എന്താ പറയുക ലൈവ്ലിഹുഡ് ഇൻ്റർവെൻഷൻ സൈനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NHPC ടു ഡെവലപ്പ് 200 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ട് അറ്റ് ഖാവ്ഡ ഇൻ കച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. അപ്പോൾ NHPC ലിമിറ്റഡ് ഒരു കമ്പനിയാണ്. അപ്പോൾ NHPC ലിമിറ്റഡ് 200 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. കാവ്ഡ ഇൻ കച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്തിൽ അത് നിർമ്മിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. NHPC ലിമിറ്റഡ് ഇന്ത്യസ് പ്രീമിയർ ഹൈഡ്രോ പവർ കമ്പനി ആൻഡ് എ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് പവർ ഹാസ് വൺ ദ ബിഡ് ടു ഡെവലപ്പ് എ 200 മെഗാവാട്ട് കപ്പാസിറ്റി സോളാർ പവർ പ്രൊജക്ട് ടു ബി സെറ്റപ്പ് ഇൻ the 1125 megawatt RE Park of Gujarat State Electricity Corporation Limited at Khavda in Kutch district of Gujarat. Khavda at Kutch district of Gujarat വെച്ചിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. The project will generate about 473 million units of electricity in the first year of commissioning, and the cumulative energy generation from the project over a period of 25 years would be 10,850 million units. അപ്പോൾ ഈ പ്രൊജക്റ്റ് 473 മില്യൺ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തുടർച്ചയായിട്ടുള്ള 25 വർഷം കൊണ്ട് അത് 10,850 മില്യൺ യൂണിറ്റ്സ് ആയിരിക്കും. അത്രയും ഇലക്ട്രിസിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. NHPC will develop the project on a build, own and operate basis at a tentative development cost of 847 crore rupees. അപ്പോൾ NHPC 200 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റാണ് കാവ്ഡ ഇൻ കച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. 11th എഡിഷൻ ഓഫ് NESDA എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഗവർണൻസ് സർവീസ് ഡെലിവറി അസസ്മെൻറ്റ്, അതാണ് NESDA. അപ്പോൾ 11th എഡിഷൻ ഓഫ് NESDA വേ ഫോർവേഡ് മന്ത്ലി റിപ്പോർട്ട് ഫോർ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് റിലീസ്ഡ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിങ്ങളിത് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ഹാസ് റിലീസ്ഡ് ദ 11th എഡിഷൻ ഓഫ് മന്ത്ലി റിപ്പോർട്ട് ഓഫ് എ നാഷണൽ ഗവർണൻസ് സർവീസ് ഡെലിവറി അസസ്മെൻറ്റ് വേ ഫോർവേഡ് ഫോർ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് January and February 2024, which provides a detailed overview of status of e-service delivery across states and union territories. The key highlights entailed in the report are as follows. 16,517 e-services are provided across states and union territories. Tamil Nadu provides maximum e-services. 1128 e-services ആണ് തമിഴ്നാട് ഒറ്റയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാക്സിമം e-services 5288 ലൈവ് സെക്ടർ ലോക്കൽ ഗവർണൻസ് ആൻഡ് യൂട്ടിലിറ്റി സർവീസസിലാണ് ഏറ്റവും കൂടുതൽ e-services നടന്നിട്ടുള്ളത്. 5288 ആണ്. പിന്നെ 1528 ഔട്ട് ഓഫ് 2016 മാൻഡേറ്ററി e-services 56/36 സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ആർ അവൈലബിൾ, മേക്കിംഗ് സാച്ചുറേഷൻ അറ്റ് 76% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാടു ആൻഡ് ഉത്തരാഖണ്ഡ് ഹാവ് അച്ചീവ്ഡ് 100% സാച്ചുറേഷൻ ഓഫ് 56 മാൻഡേറ്ററി സർവീസസ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Ministry of Defence signed a contract with the Hindustan Aeronautics Limited on March 15, 2024 for
mid-life upgrade of a 25 Dornier aircraft along with the associated equipment for the Indian Navy at a cost of 2,890 crore rupees. The MLU for a Dornier aircraft includes an upgrade to incorporate state-of-the-art avionics system and primary role sensors. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. 2,890 കോടി രൂപ വരുന്ന കോൺട്രാക്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിട്ട് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. മിഡ് ലൈഫ് അപ്ഗ്രേഡ് ഓഫ് 25 ഡോർണിയർ എയർക്രാഫ്റ്റ് ഫോർ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടാണ് അത് സൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SEBI approves launch of beta version of a T+0 settlement on optional basis. അപ്പോൾ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ക്യാപിറ്റൽ മാർക്കറ്റ്സ് റെഗുലേറ്റർ ആണ് സെബി. അപ്പോൾ അവർ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ലോഞ്ച് ഓഫ് ബീറ്റ വെർഷൻ ഓഫ് T+0 സെറ്റിൽമെൻറ്റ് ഓൺ ഓപ്ഷണൽ ബേസിസിൽ അത് തുടങ്ങിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ്സ് റെഗുലേറ്റർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി ഹാസ് അപ്രൂവ്ഡ് ദ ലോഞ്ച് ഓഫ് ബീറ്റ വെർഷൻ ഓഫ് ദ T+0 സെറ്റിൽമെൻറ്റ് ഓൺ ആൻ ഓപ്ഷണൽ ബേസിസ് ഫ്രം March 28. അപ്പോൾ അത് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. March 28 സ്റ്റാർട്ട് ചെയ്യും. T+0 സെറ്റിൽമെൻറ്റ് മീൻസ് ദാറ്റ് ദ ഫണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഫോർ T+0 settlement means that the funds and securities for the transaction will be settled on the day the trade was entered into. അപ്പോൾ T+0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഫോർ എ ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യും. അതാത് ദിവസം സെറ്റിൽ ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ട്രാൻസാക്ഷൻ നടന്ന ആ ഡേറ്റിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ജോയിൻസ് ഫോഴ്സസ് വിത്ത് ദ ടീ റിസർച്ച് അസോസിയേഷൻ ടു ടാക്കിൾ ക്ലൈമറ്റ് ചാലഞ്ചസ് ഇൻ ടീ സെക്ടർ. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഇപ്പോൾ ടീ റിസർച്ച് അസോസിയേഷനായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ടാക്കിൾ ക്ലൈമറ്റ് ചാലഞ്ചസ്, ടീ സെക്ടറിൽ ഫേസ് ചെയ്യുന്ന ക്ലൈമറ്റ് ചാലഞ്ചസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ടീ റിസർച്ച് അസോസിയേഷനായിട്ട് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഹാസ് അനൗൺസ്ഡ് ഇറ്റ്സ് പാർട്ട്ണർഷിപ്പ് വിത്ത് ദ ടീ റിസർച്ച് അസോസിയേഷൻ ടോക്ലായ് ജോർഹട്ട്, one of the oldest and largest tea research associations globally, to address the challenges posed by climate change to the tea industry. അപ്പോൾ ടീ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ക്ലൈമറ്റ് ചേഞ്ചസ് കൊണ്ട് അവർക്ക് വരുന്ന നഷ്ടങ്ങൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ്, അതായത് പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത് HUL-ഉം ടീ റിസർച്ച് അസോസിയേഷനുമായിട്ട് TRA. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ടീ വിത്ത് ബ്രാൻഡ്സ് സച്ച് ആസ് ബ്രൂക്ക് ബോണ്ട്, റെഡ് ലേബിൾ ആൻഡ് താജ്മഹൽ ആൻഡ് താസ. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അതിൽ ലാർജസ്റ്റ് ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ടീ വിത്ത് ബ്രാൻഡ്സ് സച്ച് ആസ് ബ്രൂക്ക് ബോണ്ട്, റെഡ് ലേബിൾ, അതേപോലെ താജ്മഹൽ ടീ, അതേപോലെ താസ എന്ന് പറയുന്നൊക്കെ ടീ പൗഡേഴ്സ് ഇല്ലേ, അതൊക്കെ ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അക്കോർഡിംഗ് ടു TRA വിൽ കണ്ടക്ട് എ ഡീറ്റെയിൽഡ് ലൈഫ് സൈക്കിൾ അനാലിസിസ് ഫോർ ഇന്ത്യൻ ടീ ആൻഡ് വിൽ ഡിവൈസ് സ്ട്രാറ്റജീസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് കാർബൺ ഇമ്പാക്റ്റ് അക്രോസ് ദ വാല്യൂ ചെയിൻ. ബേസിസ് ദ ഡാറ്റ, the partnership will work with experts to develop suitable mitigation and adaptation strategies that can be implemented across the tea industry. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കൊട്ടാക് ബാങ്ക് അപ്പോയിൻറ്റ്സ് ജയ്ദീപ് ഹൻസ്രാജ് ആസ് എ പ്രസിഡന്റ് ഓഫ് വൺ കൊട്ടാക്. അപ്പോൾ കൊട്ടാക് ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ജയ്ദീപ് ഹൻസ്രാജ് ആസ് എ പ്രസിഡന്റ് ഓഫ് വൺ കൊട്ടാക്. വൺ കൊട്ടാക്ക് ആയിട്ട് അപ്പോയിൻ്റ് ആയിരിക്കുകയാണ്. പ്രസിഡന്റ് ഓഫ് വൺ കൊട്ടാക്ക് ആയിട്ട് ഇപ്പോൾ അപ്പോയിൻ്റ് ആയിരിക്കുകയാണ്. കൊട്ടാക് ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ജയ്ദീപ് ഹൻസ്രാജിനെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഹാസ് അപ്പോയിൻറ്റഡ് കൊട്ടാക് സെക്യൂരിറ്റീസ് MD ആൻഡ് CEO ജയ്ദീപ് ഹൻസ്രാജ് ആസ് ഗ്രൂപ്പ് പ്രസിഡന്റ് വൺ കൊട്ടാക് വിത്ത് എഫക്ട് ഫ്രം 1 April 2024 തൊട്ടായിരിക്കും ഈ സ്ഥാനത്തിൽ ഇരിക്കാൻ പോകുന്നത്. One Kotak is a term used by bank for its internal framework for intergroup synergies and cross-selling opportunities. അപ്പോൾ ഈ വൺ കൊട്ടാക്ക് എന്ന് പറയുന്ന ടേം ബാങ്ക് യൂസ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേരാണ് വൺ കൊട്ടാക്ക് എന്ന് പറയുന്നത്. ശരിക്കും കൊട്ടാക് ബാങ്കിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് വൺ കൊട്ടാക്ക് കൊണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നോൺ ലൈഫ് ഇൻഷുറൻസ് ടു ഗ്രോ 13 to 15% ഇൻ മീഡിയം ടേം.
കെയറേജ് റേറ്റിംഗ്സ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നോൺ ലൈഫ് ഇൻഷുറൻസ് ഗ്രോ ചെയ്യാൻ പോകുന്നത് 13-15% ആയിരിക്കും മീഡിയം ടേമിൽ. കെയറേജ് റേറ്റിംഗ്സ് ആണ് ഇത് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ നോൺ ലൈഫ് ഇൻഷുറൻസ് മാർക്കറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ 13-15% ഇൻ ദ മീഡിയം ടേം, പ്രൈമർലി ഡ്രിവൺ ബൈ ദ ഹെൽത്ത് ആൻഡ് മോട്ടോർ ഇൻഷുറൻസ് സെഗ്മെന്റ്സ് ആൻഡ് ഇൻക്രീസിംഗ് ഡിസ്പോസബിൾ ഇൻകം ലെവൽസ് അക്കോർഡിംഗ് ടു കെയറേജ് റേറ്റിംഗ്സ്. The health insurance segment continues to remain on track to breach the 1 lakh crore mark, 1 lakh crore rupees mark, whereas the motor segment crossed the 80,000 crore rupees threshold in fiscal year 24. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SANY SANY India signs MOU with the Jammu and Kashmir Bank to give finance solution to its customers, to their customers. അപ്പോൾ SANY India ഒരു ലീഡിംഗ് മാനുഫാക്ചർ ഓഫ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാസ് സൈൻഡ് എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ജമ്മു ആൻഡ് കശ്മീർ ബാങ്ക് ആയിട്ടാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദ ഗോൾ ഓഫ് സിമുലേറ്റിംഗ് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ റീജിയൻ വൈൽ പ്രൊവൈഡിംഗ് ഈസിയർ ആക്സസ് ടു ഇറ്റ്സ് advanced product line and readily available financial solutions. അപ്പോൾ സാനി ഇന്ത്യ സൈൻ ചെയ്തിരിക്കുകയാണ് MOU വിത്ത് ജമ്മു ആൻഡ് കശ്മീർ ബാങ്ക് ആയിട്ട് ടു ഗിവ് ഫിനാൻസ് സൊല്യൂഷൻ ടു ദെയർ കസ്റ്റമേഴ്സിന് ഫിനാൻസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗവൺമെൻറ് അപ്രൂവ്സ് ഇ വെഹിക്കിൾ പോളിസി. ഗവൺമെൻറ് അപ്രൂവ്സ് ഇ വെഹിക്കിൾ പോളിസി ടു പ്രൊമോട്ട് എന്താ പറയുക, ഇന്ത്യ ആസ് എ മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രോണിക് വെഹിക്കിൾസ്. അപ്പോൾ ഗവൺമെൻറ് ഈ വെഹിക്കിൾ പോളിസി അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നമ്മുടെ രാജ്യത്തിനെ ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ മാനുഫാക്ചറിങ് ഡെസിഗ്നേഷനായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക ഈ വെഹിക്കിൾ പോളിസി അപ്രൂവ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ് എ സ്കീം ടു പ്രൊമോട്ട് ഇന്ത്യ ആസ് എ മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ സോ ദാറ്റ് ഈ വെഹിക്കിൾസ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ക്യാൻ ബി മാനുഫാക്ചേർഡ് ഇൻ ദ കൺട്രി. The policy is designed to attract investments in the e-vehicle space by reputed global EV manufacturers. The policy entails the following. പോളിസിയിൽ എന്തൊക്കെയാണ്? മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് 4150 crore rupees, അതായത് $500 million. പിന്നെ നോ ലിമിറ്റ് ഓൺ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നോ ലിമിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടൈം ലൈൻ ഫോർ മാനുഫാക്ചറിങ് 3 years ഫോർ സെറ്റിംഗ് അപ്പ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് ടു സ്റ്റാർട്ട് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഇ വെഹിക്കിൾസ് ആൻഡ് റീച്ച് 50% ഡൊമസ്റ്റിക് വാല്യൂ അഡീഷൻ വിത്തിൻ 5 years അറ്റ് എ മാക്സിമം. പിന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ഓഫ് 15% ആസ് അപ്ലിക്കബിൾ ടു CKD യൂണിറ്റ്സ് വുഡ് ബി അപ്ലിക്കബിൾ ഓൺ വെഹിക്കിൾ ഓഫ് എ മിനിമം CIF വാല്യൂ ഓഫ് $35,000 അതായത് $35,000 ആൻഡ് എബവ് ഫോർ എ പീരീഡ് ഓഫ് 5 years സബ്ജക്ട് ടു ദ manufacturer setting up manufacturing facilities in India within a 3-year period. The investment commitment made by the company will have to be backed up by a bank guarantee in lieu of a customs duty foregone. അപ്പോൾ ഇതിൽ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ എമൗണ്ടൊക്കെ നിങ്ങൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇപ്പോൾ ഈ വെഹിക്കിൾ പോളിസി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ, ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ, അതായത് മാനുഫാക്ചറിങ് കൂടുതലായിട്ട് ഇന്ത്യയിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. അതിൻ്റെ കൂടെ ഈ മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ കൂടി ആയിക്കഴിഞ്ഞാൽ അത്രയ്ക്കും, അതായത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമുക്ക് ഇവിടെ തന്നെ, അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംഭവം തന്നെ അതിൽ ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കത് ആ ഒരു ഗോളും കൂടി സെറ്റ് ചെയ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു കാര്യം ഇങ്ങനെ വലിയ കാരണം കൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഈ വെഹിക്കിൾ പോളിസി അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. AIIMS aims New Delhi in collaboration with Organ Retrieval Banking Organization performs first dual kidney transplant.
അപ്പോൾ എയിംസ് ന്യൂഡൽഹി ഇൻ കൊളാബറേഷൻ വിത്ത് ഓർഗൻ റിട്രീവൽ ബാങ്കിങ് ഓർഗനൈസേഷൻ ആയിട്ട് അവർ പെർഫോം ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഡുവൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് അവർ എന്താ പറയുക പെർഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാസ ടു ക്യാരി മെസ്സേജ് ഇൻ ബോട്ടിൽ ടു യൂറോപ്പ, വൺ ഓഫ് ജൂപ്പിറ്റേഴ്സ് മൂൺ ഇൻ ഓർബിറ്റ്. അപ്പം നാസ ഇപ്പോൾ ക്യാരി മെസ്സേജ് ഇൻ എ ബോട്ടിൽ ടു യൂറോപ്പ, വൺ ഓഫ് ജൂപ്പിറ്റേഴ്സ് മൂൺ ഇൻ ഒക്ടോബർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നാസ വിൽ ക്യാരി മെസ്സേജ് ഇൻ എ ബോട്ടിൽ ടു യൂറോപ്പ, വൺ ഓഫ് ജൂപ്പിറ്റേഴ്സ് മൂൺ ഇൻ ഒക്ടോബർ ദിസ് ഇയർ. The mission, dubbed as Europa Clipper mission, will explore signs of a life as scientists predicts a salty lake under its icy crust. Last year, the US Space Agency had conducted a message in the bottle campaign, which invited the public to send their names with the spacecraft. അപ്പോൾ നാസ മെസ്സേജ് ഇൻ എ ബോട്ടിൽ, അപ്പോൾ ഇത് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം US സ്പേസ് ഏജൻസി മെസ്സേജ് ഇൻ എ ബോട്ടിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതായത് അവിടുത്തെ എന്താ പറയുക സിറ്റിസൺസിന് പേര്, അവരുടെ നെയിംസ് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പേസ് ക്രാഫ്റ്റിൽ അയക്കാനുള്ള അവിടെ സ്പേസ് ക്രാഫ്റ്റിൽ അയക്കാനുള്ള ഒരു കാര്യമാണ് മെസ്സേജ് ഇൻ എ ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ജൂപ്പിറ്റേഴ്സ് മൂൺ, വൺ ഓഫ് ജൂപ്പിറ്റേഴ്സ് മൂൺ ഇൻ ഒക്ടോബർ ദിസ് ഇയർ, ഒക്ടോബറിലായിരിക്കും ആ മിഷൻ ഡബ്ഡ് ആസ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ. അപ്പോൾ അതായിരിക്കും ഒക്ടോബറിലാണ് ആ മിഷൻ തുടങ്ങുക. സോ മിഷൻ ഡബ്ഡ് ആസ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ വിൽ എക്സ്പ്ലോർ സയൻസ് ഓഫ് ലൈഫ് ആസ് എ സയൻറ്റിസ്റ്റ് പ്രെഡിക്ട്സ് എ സാൾട്ടി ലേക്ക് അണ്ടർ ഇറ്റ്സ് ഐസി ക്രസ്റ്റ് ലാസ്റ്റ് ഇയർ. ഐസി ക്രസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ യൂറോപ്പ ക്ലിപ്പർ സ്പേസ് ക്രാഫ്റ്റ് വിൽ ക്യാരി എ ട്രയാങ്കുലർ മെറ്റൽ പ്ലേറ്റ് വിത്ത് ആൻ engraving of a US poet laureate Ada Limon's handwritten in praise of mystery, a poem for Europa, along with the silicon microchip stenciled with more than 2.6 million names submitted by the public. അപ്പോൾ യൂറോപ്പ ക്ലിപ്പർ സ്പേസ് ക്രാഫ്റ്റ് ട്രയാങ്കുലർ മെറ്റൽ പ്ലേറ്റ് ആണ് ക്യാരി ചെയ്യുക വിത്ത് ആൻ എൻഗ്രേവിംഗ് ഓഫ് എ US പോയറ്റ് ലോറേറ്റ് ആഡ ലിമോൺസ് ഹാൻഡ് റിട്ടൺ ഇൻ ദ പ്രൈസ് ഓഫ് മിസ്റ്ററി, എ പോയം ഓഫ് യൂറോപ്പ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ വാക്സിനേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 16th March ആണ്. അപ്പോൾ in 1998 the WHO Global Polio Eradication Initiative was begun as the initial step of removing disease from the planet. In 1995, around the same time, the government of India began the Pulse Polio vaccination program as the first attempt of uprooting this sickness from the country. From that point forward, March 16 has been celebrated as a National Vaccination Day. ആ ഡേ തൊട്ടിട്ട് നാഷണൽ വാക്സിനേഷൻ ഡേ ആയിട്ടാണ് 16th March ഒബ്സർവ് ചെയ്യുന്നത്. ഫ്രം ഒബ്സർവിംഗ് ദ വേൾഡ് വൈഡ് റൂൾസ് ഓഫ് ദ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അണ്ടർ ദ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005, ദോ ബൂൺ ജിന്ദഗി പ്രോഗ്രാം എന്താ പറയുക പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഈ അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ വന്നിട്ടുള്ളതാണ്. അമിതാഭ് ബച്ചനൊക്കെ വന്നിട്ട് ദോ ബൂൺ ജിന്ദഗി എന്ന് പറയുന്ന പോളിയോ വാക്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ്സ് പോലെ അത് വന്നിരുന്നു. പിന്നെ ദർ ആർ മോർ ദാൻ അഡിക്വേറ്റ് സർവീസസ് ദാറ്റ് യു ക്യാൻ യൂസ് ടു മോഡറേറ്റ് ദ റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ നാഷണൽ വാക്സിനേഷൻ ഡേയുടെ 2024 നാഷണൽ വാക്സിനേഷൻ ഡേയുടെ തീമാണ് വാക്സിൻസ് വർക്ക് ഫോർ ആൾ. അതാണ് ഈ വർഷത്തെ നാഷണൽ വാക്സിനേഷൻ ഡേയുടെ തീം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആണ്. ഫോറക്സ് റിസർവ്സ് ജംപ് ടു ഓവർ 2-year high of $636.1 billion. അപ്പോൾ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ്സ് ജമ്പ് ചെയ്തിരിക്കുകയാണ്. ഓവർ 2-year high ഓഫ് $636.1 billion ആയിട്ട് ജമ്പ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ജംപ്ഡ് ബൈ $10.47 billion to $636.1 billion for the week ending on March 8. Latest data by the Reserve Bank of India. This is the biggest surge since the week ended July 14, 2023. Previously, forex reserves expanded by $6.55 billion to $625.63 billion.
ഫോർ വീക്ക് എൻഡഡ് ഓൺ മാർച്ച് 1, 2024. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇപ്പോൾ 2 ഇയർ ഹൈ ആയിട്ട് ജമ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കുതിച്ച് $636.1 ബില്യൺ ആയിരിക്കുകയാണ്. $636.1 ബില്യൺ മാർച്ച് 8 കണക്കെടുക്കുമ്പോഴാണ് ഇത് $10.47 ബില്യൺ ആണ് ജമ്പ് ചെയ്തിട്ട് ആ വീക്കിൽ $636.1 ബില്യൺ ആയത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.